വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ജനജീവിതം ദുസ്സഹമാകാതിരിക്കാൻ സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചൊറിഞ്ഞു വരുമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഒരു ഡാറ്റ, അതായത് 12 വർഷം തികയ്ക്കുന്ന നരേന്ദ്രമോദി സർക്കാർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നതിന്റെ ഒരു ഡാറ്റ 2014 വരെ നമ്മുടെ റെയിൽവേ നെറ്റ്വർക്ക് എങ്ങനെയായിരുന്നു, 2014 ശേഷം ഇതുവരെ 12 കൊല്ലത്തിൽ എത്ര വളർന്നു, അതിന് മുമ്പ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എങ്ങനെയായിരുന്നു, അതിനുശേഷം എത്ര വളർന്നു, അതിനു മുമ്പ് നമ്മുടെ ഹോസ്പിറ്റൽസ് എങ്ങനെയായിരുന്നു, അതിനുശേഷം എത്ര വളർന്നു, അതിനു മുമ്പ് നമ്മുടെ റോഡ് നെറ്റ്വർക്ക് എത്രയായിരുന്നു, അതിനുശേഷം എത്ര വളർന്നു, അത് നമ്മൾ കാണണം. എല്ലാവരും കാണേണ്ട ഒരു ഡാറ്റയാണത്. അത് വളരെ വൈറലായ ഒരു ഡാറ്റ കൂടെയായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം എപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാവുക, അപ്പോഴൊക്കെ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോ നോട്ട് നിരോധനമായിരുന്നാലും GST ആയിരുന്നാലും കോവിഡ് സമയത്തായിരുന്നാലും. കോവിഡ് സമയത്ത് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ രാജ്യം ആകാംക്ഷയോടെ നോക്കി നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ഇത്. അതുവരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളെല്ലാം ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ ഒലിച്ചുപോയി എന്നുള്ളത്. കാരണം ആർക്കും സാധിക്കില്ല അങ്ങനെ ഒരു കാര്യം. ഇപ്പോഴിതാ E22 പെട്രോളുകൾക്ക് നികുതി എടുത്തു കളയാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ നീക്കമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇനി ആ പെട്രോളിന് നികുതി എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ നീക്കത്തിലൂടെ ഇനിയിപ്പോ പെട്രോൾ അടിക്കുന്ന ആൾക്കാർക്ക് വലിയ ഒരു ഇളവ് ലഭിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതൽ കേന്ദ്ര സർക്കാരിന് ഇതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. കാരണം അതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കേന്ദ്രത്തിന് ലഭിക്കുന്ന ആ ഒരു നികുതി അതിനി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം മുന്നിലേക്ക് കാണുന്ന ഒരുപാട്, കാരണം മോദി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ കാണുന്നത്, ഇനി നമുക്ക് പെട്രോൾ കിട്ടാൻ പോകുന്നില്ല. കാരണം E20, E22, E80, അത് കഴിഞ്ഞ് എത്തനോൾ പെട്രോൾ, ഇതിലേക്ക് രാജ്യം കടക്കുകയാണ്. രാജ്യത്തിന് പെട്രോൾ കിട്ടാക്കനിയാകും. ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ പെട്രോൾ വരാനുള്ള വഴികളെല്ലാം അടയാൻ പോവുകയാണ്. ഇനി നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വിപ്ലവം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് വെഹിക്കിൾസിന്റെയും പിന്നെ E20 അല്ലെങ്കിൽ ഫുൾ എത്തനോളിൽ ഓടുന്ന വെഹിക്കിൾസിന്റെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു തീരുമാനം ഇപ്പോഴെടുക്കാനുള്ള മറ്റ് കാരണങ്ങൾ? ഇത് തന്നെയാണോ കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ളൊരു നീക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനകത്ത് കാണുന്നുണ്ടോ? ധനുഷ് ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് ഉത്തരം. എല്ലാം അതിനകത്തുണ്ട്. ആദ്യം പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഇതിനുള്ള ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റെപ്പുകൾ പലപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും എടുക്കുന്നത്. നമുക്കത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അത് കൊള്ളാം ഇല്ല കൊള്ളത്തില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ പിന്നീട് അത് നമുക്ക് ഗുണകരമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, മാധ്യമങ്ങൾ മുഖേനയൊക്കെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യം ഏതാണ്ട് 42 മുതൽ 47 രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്ന് നമുക്കിത് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് വളരെ കൂടുതൽ. അതായത് ക്രൂഡ് ഓയിലിന് നല്ല രീതിയിൽ വില ഉയരുന്നുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നെങ്കിൽ അമേരിക്കയിൽ ഈ ക്രൂഡ് ഓയിൽ ഈ വില തന്നെ കൊടുക്കുകയും വേണം. ഇതിന്റെ ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജ് ഉൾപ്പെടെ വരുമ്പോൾ അതിന് വലിയൊരു തുക എക്സ്ട്രായും വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഓയിൽ കമ്പനികളെ സംബന്ധിച്ച് ഇനി ചാർജ് മോളോട്ട് കൂട്ടി പോകാൻ വഴിയുള്ളൂ. താഴോട്ട് ഇനി ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. E22 മുതൽ മുകളിലേക്ക് E22, E27, E30 അങ്ങനെ തൊട്ട് E80 വരെയുള്ള എഥനോൾ കലർന്ന പെട്രോളിന് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ എക്സൈസ് തീരുവയും മറ്റ് വാറ്റടക്കമുള്ളവയും വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തീരുമാനിക്കുമ്പോൾ എന്താണ് അത് ലാഭം എന്ന് വെച്ചാൽ, ഏകദേശം സെൻട്രൽ എക്സൈസ് തീരുവ 1 ലിറ്റർ പെട്രോളിന് 11 രൂപ 90 പൈസയാണ്. ഇത് ഏകദേശ കണക്കാണ്. 11 രൂപ 90 പൈസയാണ്. മറ്റു നികുതികളോട് കുറയ്ക്കുമ്പോൾ ഏതാണ്ട് 20 രൂപയുടെ ലാഭം കിട്ടും. നമ്മുടെ കേരളത്തിലെ കണക്ക് നോക്കരുത്. കാരണം കേരളത്തിൽ ഇപ്പോഴും 1 രൂപ പോലും കുറച്ചിട്ടില്ല. എല്ലായിടത്തും 100 രൂപ താഴെ ഉള്ളപ്പോൾ ഇവിടെ 106 രൂപ 107 രൂപയായിരുന്നു പെട്രോളിന്. ഇപ്പൊ അത് 114 എത്തി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ 100-ൽ നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. 100 രൂപ പെട്രോൾ ഇപ്പോഴും നിൽക്കുന്നു, 100-100-ന് താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സംസ്ഥാനത്തെ പോലെ കൊള്ളലാഭം ആരും കൊയ്യുന്നില്ല. പകരം ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ BJP ഭരിക്കുന്ന 22 സ്റ്റേറ്റുകളിൽ, BJPയും NDAയും കൂടെ ഭരിക്കുന്ന 22 സ്റ്റേറ്റുകളിൽ അവരവരുടെ സംസ്ഥാന നികുതി ഗണ്യമായി തന്നെ വെട്ടിക്കുറച്ചു. കാരണം ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ ജനങ്ങളുടെ മേൽ അമിതമായ ഈ പെട്രോൾ ചാർജ് കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സർക്കാർ ചെയ്തത്, അവര് ആ നികുതി കുറയ്ക്കുകയും ഈ പറയുന്ന ഒരു 20 രൂപയുടെ കുറവോട് വരുമ്പോൾ 1 ലിറ്ററിന്റെ പുറത്ത് നല്ലൊരു കുറവാണ് വരുന്നത്. ചെറിയ കുറവല്ല.
അപ്പം ഇത് വരുന്നത് ഒരു വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി വരുന്ന ആളുകളിൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സർക്കാർ കൂടുതലായും ഈ വിദേശ നാണ്യത്തിന്റെ ഒരു കരുതൽ ശേഖരം കൂടെ എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഡോളറൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത് കണക്ക് കൂട്ടണം. ഇപ്പൊ 1 ലക്ഷം കോടി രൂപയാണ് ഒരു മാസം ഇവിടെ ക്രൂഡ് ഓയിൽ ഇറക്കാനായിട്ട് നമ്മുടെ രാജ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറഞ്ഞ പക്ഷം ഒരു 60% അല്ലെങ്കിൽ 70% എങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്. ഒരു 20% കുറഞ്ഞാൽ പോലും നമുക്ക് വലിയ ലാഭമാണ് അതിൽ. അപ്പൊ ആ നിലയിലേക്കാണ് ഇപ്പോൾ E22 പെട്രോളിന് ഇപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറും. നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ നല്ല ലോകത്തിലെ എല്ലാ ജനങ്ങളും 10 രൂപ കുറച്ച് കിട്ടുന്നിടത്തേക്ക് തന്നെ എല്ലാവരും പോകാറുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മാറും. അത് മാത്രവുമല്ല, നിതിൻ ഗഡ്കരി ഏതാണ്ട് ഒരു 8 മാസം മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറഞ്ഞു ഇനി ഒരു വണ്ടികളും ഫുള്ളി പെട്രോൾ ഫുൾ ഡീസൽ എന്നൊരു സാധനത്തിലേക്ക് വരുന്നില്ല. പകരം ഇനി ഇറങ്ങാൻ പോകുന്ന വണ്ടികളല്ല പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഹൈബ്രിഡുകൾ ഉണ്ടാകും. അതിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ആണ്. പിന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്താണ്, പക്ഷെ പഴയതുപോലെയല്ല. ഇലക്ട്രിക്കൽ വെഹിക്കിൾ വലിയ രീതിയിൽ തന്നെ വിറ്റഴിച്ചു പോകുന്നുണ്ട്. ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അതിന്റെ വലിയ വില, രണ്ടാമത്തേത് അതിന് പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തത, ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലുള്ള കുറവ്, ഇതൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്ഥലത്തേക്ക് സർവീസ് സ്റ്റേഷൻ വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം BYD എന്ന് പറയുന്ന ഒരു കാർ കമ്പനിയുടെ പരസ്യമുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ ഈ 2 മാസത്തിനുള്ളിൽ അവർ ലോഞ്ച് ചെയ്യുന്നു ഇന്ത്യയിലേക്ക്. ആ കമ്പനിയിൽ ആ കാറിന് പ്രത്യേകിച്ച് 1200 കിലോമീറ്റർ മൈലേജ് ആണ്, റേഞ്ചാണ് കാർ പറയുന്നത്. അതായത് ഹൈബ്രിഡും പെട്രോളും കൂടാണ്. ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ നിങ്ങൾക്ക് 1200 കിലോമീറ്റർ പോകാമെന്നാണ് ആ കാറിന്റെ പരസ്യം തന്നെ. അത് ലോഞ്ച് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ നടക്കുന്നു. ഇത് കൂടാതെ തന്നെ ഈ 100% എഥനോളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വരുന്നു. ഇനി ഹൈഡ്രജൻ, വലിയ വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഹൈഡ്രജനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബസ്, അതുപോലെ തന്നെ വലിയ വലിയ ട്രക്കുകൾ. കാരണം നമ്മുടെ രാജ്യത്തെ ഈ ഗതാഗതം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ചരക്ക് ഗതാഗതത്തിന് തന്നെയാണ്. ഈ ട്രക്കുകളും മറ്റുമൊക്കെ അത്തരത്തിലേക്ക് പോകുന്നു. അത് മാത്രമല്ല, ഈ ട്രക്ക് ഓണേഴ്സ് അല്ലെങ്കിൽ ട്രക്ക് യൂണിയനുകളൊക്കെ തന്നെ ഇപ്പൊ ട്രെയിനിനെ, അത് വളരെ കാലമായിട്ട് ഇപ്പൊ ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട് അവര്. അതായത് ഈ ലോറി കൊണ്ടുവന്ന് ട്രെയിനിനകത്ത് കയറ്റി, നമുക്കറിയാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കാൻ കാണാം 100 ലോറികളും കയറ്റിക്കൊണ്ട് ഈ ഗുഡ്സ് ട്രെയിൻ പോകുന്നു. അപ്പൊ ആ മെത്തേഡ് അവർ നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കൂടുതലായിട്ട് മാറിയ ഹൈഡ്രജൻ വാഹനങ്ങളിലേക്ക്, വലിയ വലിയ വണ്ടികളെല്ലാം ഇപ്പൊ ഹൈഡ്രജൻ ആണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ നൽകുന്ന ബസ്സുകളെല്ലാം ഒന്നുകിൽ ബാറ്ററിയിൽ ഓടുന്നതായിരിക്കും, ഇലക്ട്രിക്കലായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ സിസ്റ്റത്തിലേക്ക് വരും. അത് വളരെ വേഗത്തിൽ ഒരു ചേഞ്ച് ഈ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അതായത് അധികം വൈകാതെ ഈ 100, അതായത് ഫുള്ളി എഥനോളിലേക്ക് ഓടുന്ന വണ്ടി ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഹീറോ ഹോണ്ട അവരുടെ സ്പ്ലെൻഡർ എന്ന് പറയുന്ന വണ്ടി അത്തരത്തിലേക്ക് അവർ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു, ലോഞ്ച് ചെയ്തു. അത് പിന്നെ ടാറ്റ അവർ ഇറക്കിയിരിക്കുന്നു. അവരുടെ ഇപ്പൊ നെക്സോണിൽ കൂടെ അത് വരുമെന്ന് പറയുന്നത്. മാരുതി വാഗണാർ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എല്ലാ വണ്ടികളും പതുക്കെ പതുക്കെ പോകും. കാരണം ഈ നമ്മളൊരു വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ പെട്രോൾ അടിക്കുകയും അത് മുതലാകുകയും കൂടെ ചെയ്യണം നമുക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഇപ്പോൾ ഈ ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത് ഈ എഥനോൾ ഓടിക്കഴിഞ്ഞാൽ മൈലേജ് വലുതായിട്ട് കിട്ടുന്നില്ല, പഴയ അത്ര മൈലേജ് കിട്ടുന്നില്ല. അപ്പൊ മൈലേജും നമ്മൾ മുടക്കുന്ന തുകയും കൂടെ നമുക്ക് മുതലാകണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ 100 രൂപ മുടക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള മൈലേജ് കിട്ടിയാൽ, ഒരു 25 കാറിന് കിട്ടിയാൽ, ഒരു 20-25 കാറിന് കിട്ടിയാൽ നമുക്ക് മുതലാകുമെന്ന് പറയാം. ഇനി നമ്മൾ 100 രൂപ മുടക്കിയിട്ട് നമുക്ക് 20 താഴെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ തുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ ചെയ്ത ഈ സെയിം മെത്തേഡാണ് നല്ലത്. കാരണം ഇതിന്റെ റേറ്റ് ഒരു 80-ലോ 70-ലോ ആക്കുക. അപ്പൊ പിന്നെ നമുക്ക് നഷ്ടം വരുന്നില്ലല്ലോ. 70 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ താഴെ കിട്ടിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല, മുതലാവും. അപ്പം ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ കണക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. പല രീതിയിലാണല്ലോ ഇതിന്റെ കണക്കൂട്ടൽ പോകുന്നത്. പക്ഷെ ഇത് ചരക്ക് ഗതാഗതത്തെയൊക്കെയാണ് കൂടുതലും ഈ എണ്ണയുടെ വില ബാധിക്കാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ രാജ്യം ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തുന്നത്. അത് മാത്രവുമല്ല, കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഗ്യാസിന്റെ ഒരു ഷോർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷനിങ് സമ്പ്രദായം കുറച്ചുകൂടെ ഒരു ഡേറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ നിലവിൽ 25 ദിവസമാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു മാസം, അതായത് 30 ദിവസത്തേക്ക് നീട്ടാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇത് എത്തുക, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയാണ് ഇപ്പോൾ. മുമ്പ് നമുക്ക് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു, ഖത്തറും ഈ പറയുന്ന ഗൾഫ് കൺട്രീസ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്യാസ്. ഇന്നില്ല, അമേരിക്കയിൽ നിന്നാണ് ഈ വരുന്ന സാധനം. അമേരിക്ക ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ ഗ്യാസ് വിതരണക്കാരായി മാറിയിരിക്കും. ഈ അമേരിക്കയിൽ ഈ സാധനം ഇവിടെ എത്തുമ്പോഴത്തേനും അതിനുണ്ടാകുന്ന റേറ്റിന് വ്യത്യാസം വരുന്നു. ആരും ഇത് ലാഭത്തിൽ കൊടുക്കില്ല. കാരണം ഈ ഗ്യാസ്, ഇൻഡസ്ട്രിയൽ ഗ്യാസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന അവരവരുടെ ഉത്പാദനം കൂട്ടാൻ വേണ്ടി. അതവർ ലാഭത്തിൽ ഒരിക്കലും ഈ ഗ്യാസ് വിൽക്കുന്നതിന് ഒരിക്കലും ലാഭത്തിൽ കൊടുക്കത്തില്ലല്ലോ. കാരണം നഷ്ടം സഹിച്ചാരും കൊടുക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് വരും കാലങ്ങളിൽ അധികം വൈകാതെ തന്നെ വീണ്ടും പെട്രോളിന്റെ വില കൂടും. അപ്പോഴേക്കും സ്വാഭാവികമായി ഇത് വില പിടിച്ചു നിർത്താനായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും മികച്ച കാര്യമാണ്. നിലവിൽ നമുക്ക് E20 പെട്രോൾ അവൈലബിൾ ആണ്. വൈകാതെ തന്നെ
E22 വരും. ഇപ്പൊ ഇന്ത്യയിലെ ഏതാനും ഇപ്പൊ സ്വകാര്യ കമ്പനികൾ കൂടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലും ഇന്ത്യയിലെ ഇപ്പൊ ഭാരത് എല്ലാ പെട്രോളിയവും പെട്രോൾ പമ്പുകളിലും E20 അല്ലേ അവൈലബിൾ ആയിട്ടുള്ളത്? എല്ലാത്തിലും E20 എല്ലാത്തിലും ഉണ്ട്. വരുന്നത്. അതെ അല്ല, E22 വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് കമ്പനികളുണ്ടല്ലോ, ഇപ്പൊ റിലയൻസ്, നയാര, അങ്ങനെയൊക്കെയുള്ള അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനും കൂടി ഇപ്പൊ പെർമിഷൻ കൊടുത്തു. നിങ്ങളും അത് വെച്ചിട്ട് കച്ചവടം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കും. പിന്നെ എഥനോളിന്റെ പമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട, വളരെ ഫാസ്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്നാണ് ഇത് ഒരു ചലനം വിപണികൾ ഉണ്ടാക്കുന്നത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ജനം പെട്ടെന്ന് ചേഞ്ച് ആവും. ഈ ഗ്യാസിന് ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഹോം അപ്ലയൻസ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഉൽപ്പന്നം ഏതാണെന്ന് വെച്ചാൽ അവർ ആദ്യം പറയും ഇൻഡക്ഷൻ കുക്കർ ആണെന്ന് പറയും. കാരണം പെട്ടെന്ന് ജനം സ്വിച്ച് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇത് വളരെ വേഗം തന്നെ, എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ ജനം ആ രീതിയിലേക്ക് മാറും. പക്ഷെ ഇതിനകത്ത് ചില ടെക്നിക്കൽ ഇഷ്യൂസുകൾ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇപ്പം നമ്മുടെ അടക്കമിരിക്കുന്ന വാഹനങ്ങളിലൊക്കെ പ്യുവർ പെട്രോൾ ഓടുന്ന വാഹനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ അത് E20 ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ ചേഞ്ചസുകളൊക്കെ വരുത്തേണ്ടി വരുമായിരിക്കാം. പക്ഷെ ഇനിയിപ്പോ ഇറങ്ങാൻ പോകുന്ന വാഹനങ്ങളിലെല്ലാം ഇത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതായത് മൾട്ടി ഫ്യൂവൽ വാഹനങ്ങൾക്ക് മാത്രമാണ് പെർമിഷൻ കൊടുക്കുന്നത്. ഒന്നുകിൽ ഹൈബ്രിഡ് ആക്കുക വണ്ടി നിർമ്മാതാക്കൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രജനോ എഥനോളോ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാഹനമാക്കി. വേറൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് സാധാരണ പെട്രോളിൽ ഓടുന്ന വണ്ടികളാണ്. രാജ്യത്തെ ഭൂരിഭാഗമല്ല, 99% ജനങ്ങളുടെ കയ്യിൽ ഒന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ E20 പെട്രോളിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം E20 പെട്രോൾ അടിക്കുമ്പോൾ അവരുടെ പെട്രോൾ ടാങ്ക് പ്രശ്നം വരുന്നു. അവരുടെ പെട്രോൾ ടാങ്കിൽ ഈ മറ്റേ വണ്ടുണ്ടല്ലോ, ആ വണ്ട് പെട്രോൾ ടാങ്കിന്റെ ഈ പൈപ്പുകൾ തുരക്കുന്നു. കാരണം ഈ ഷുഗർ കെയിനിൽ നിന്നൊക്കെ ആണല്ലോ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ തുരക്കുന്നു, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാനിത് ഓക്കെ ഫൈൻ, വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് കൊണ്ട് സർവീസ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേട്ടാ ഇപ്പോൾ വരുന്ന പെട്രോള് E20 പെട്രോളാണ്. E20 പെട്രോൾ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വണ്ടി ഓടിക്കണം. എല്ലാ ദിവസവും വണ്ടി ഓടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം, വണ്ടി വച്ചിരുന്നാൽ, നമ്മൾ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എടുക്കുന്നില്ലല്ലോ. ബുള്ളറ്റ് വല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും എടുക്കും, ആഴ്ചയിൽ ഒരിക്കൽ എടുക്കും, ഇത്ര തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് ഓടിച്ചിട്ട് പൊടി തട്ടി വെക്കും, ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ വെച്ചിരുന്നുള്ള പ്രശ്നം, ഈ പെട്രോൾ നിറഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ അടിയിൽ ഇത് വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഈ പെട്രോളിന്റെ ഓര് E20 പെട്രോൾ ആയതുകൊണ്ട് അതിന്റെ ഓര് വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോൾ ടാങ്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവരിങ്ങനെ പറയുന്നു. അപ്പൊ E20 പെട്രോൾ ഓൾറെഡി പ്രശ്നമാണ്. അപ്പോൾ സാധാരണ വണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വണ്ടികളിലേക്ക് മാറാൻ പെട്ടെന്ന് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പൊ E20 ആയിട്ടുള്ള ഇപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ വരുമ്പോഴും അതും ഒരു പ്രതിസന്ധിയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ E22 പെട്രോളിന് നികുതി കുറച്ചു, E80 പെട്രോളിന് കുറച്ചു, എത്തനോൾ പെട്രോളിനും കുറച്ചു. പക്ഷെ എൻ്റെ ഇരിക്കുന്ന വണ്ടി ഈ വണ്ടിയല്ലേ, അതായത് പെട്രോളിൽ ഓടുന്ന വണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഗുണമില്ലല്ലോ. അതിന് ആ ഒരു പ്രശ്നം എങ്ങനെ നമ്മൾ പരിഹരിക്കും? അത് നല്ലൊരു കാര്യമാണ്. അപ്പം പക്ഷെ ഇതിനകത്ത് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇതുവരെ പ്രൂവ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം ലോകത്തെങ്ങും അതൊരു സയന്റിഫിക് ആയിട്ട് ആധികാരികമായിട്ട് ഇതിന് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം, ഇതിന് ജലാംശം കൂടുതലാണ്. ഈ എഥനോൾ കൂടുതലായിട്ട് വരുമ്പോൾ ജലാംശം കൂടുതൽ. അപ്പൊ അതിനകത്തൊരു പ്രശ്നം, ഇത് തുരുമ്പിക്കാനും വണ്ടി ഡാമേജ് ആകാനുള്ള സാധ്യത ഈ പൈപ്പിൽ കൂടെ കടന്നു പോകുന്നു, ജലം കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാനുള്ളത്. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പെട്രോളിന് പോകാനുള്ള ഒരു പൈപ്പ് ലൈനിൽ കൂടെയാണ് ഈ ജലാംശമുള്ള സാധനം കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി ഏതെങ്കിലും കമ്പനികൾക്ക് ഇപ്പൊ നമ്മുടെ ഈ വണ്ടികള് പിന്നെ ഈ ഇലക്ട്രിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അനുവാദം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാറോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കലാക്കി മാറ്റാം. പക്ഷെ അത് സർക്കാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്, ബാംഗ്ലൂരും മറ്റുമൊക്കെ ഉള്ള. ആ കമ്പനികളുടെ അടുത്തുനിന്ന് മാത്രമേ അത് ബാറ്ററി വെച്ചിട്ട് ഇത് വാഹനം ചെയ്യാവൂ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പണ്ട് ഈ ധനുഷിനൊക്കെ ഓർമ്മയാണ്, പണ്ട് ഈ ബൈക്കിന്റെ പുറകിലൊക്കെ ഗ്യാസ് കുറ്റി കെട്ടി വെച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ ഗ്യാസിൽ നിന്നുള്ള ഇന്ധനം എടുത്തോണ്ട്, ഗ്യാസ് കുറ്റി ഏറ്റവും അപകടകരമാണത്. മാരുതിക്കാരന്റെ പുറകെ ഗ്യാസ് കുറ്റി വെച്ച് ഗ്യാസിൽ ഓടുക. അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മാരുതി ഗ്യാസ് കിറ്റ് ഇറക്കാൻ തുടങ്ങി. അവര് ഗ്യാസിന്റെ വണ്ടി പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അവര് 8000 രൂപ, അന്നത്തെ കാലത്ത് 8000 രൂപയ്ക്ക് അവര് ഗ്യാസ് കിറ്റ് ഇറക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കിറ്റേ മേടിക്കാവുള്ളൂ, ബാക്കിയുള്ള കിറ്റൊക്കെ മേടിച്ച് നിങ്ങൾ കത്തിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഗ്യാസിന്റെ ഒരു തരംഗമായിട്ട് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ കുറച്ച് പാർട്സുകൾക്ക് മാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്. ആ പാർട്സുകൾ ഇതിനും കൂടെ അനുയോജ്യമായ രീതിയിലേക്ക് ഇറക്കാനുള്ള ഒരു സംവിധാനം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ വരുമായിരിക്കും.
എന്ത് വന്നാലും അതിന്റെ ഈ ഉപ ഉൽപ്പന്നങ്ങൾ അനവധി ഉണ്ടാകുമല്ലോ. ഏത് സാധനം വന്നാലും അതിന്റെ ഓരം പറ്റിക്കൊണ്ട് അനവധി ബിസിനസ്സുകൾ വേറെയും വരും. അപ്പൊ ഇപ്പോൾ തന്നെ കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഈ ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത്, പണ്ട് ബുള്ളറ്റ് ഡീസലാക്കി കൊടുക്കുമായിരുന്നു. ഡീസലാക്കി കൊടുക്കുന്നത് ഡീസലാക്കി കൊടുക്കുക നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഡീസലാക്കി കൊടുത്തപ്പോഴാണ് കമ്പനിക്ക് മനസ്സിലായത്, ഇവന്മാരെന്തിനാണ് ഈ കഷ്ടപ്പെട്ട ഈ പണി ചെയ്യുന്നത്, അത് നമുക്ക് അങ്ങ് ഇറക്കിക്കൂടെ എന്ന് കരുതിയിട്ട് അവരിറക്കി. അപ്പൊ അവർ കമ്പനി പറയുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല, നിങ്ങൾ ഈ അവിടെ ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ വണ്ടി നശിച്ചു കത്തിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. എങ്കിൽ പോലും പിന്നെ ഡീസൽ ബുള്ളറ്റ് കമ്പനി ഇറക്കാൻ തുടങ്ങി, ഒറിജിനൽ ആയിട്ട് തന്നെ ഇറക്കാൻ. അപ്പൊ ഇങ്ങനെ വലിയൊരു ചേഞ്ച് വരും. അപ്പം എന്തു സാധനം ഇറങ്ങുന്നു അതിന്റെ ഉപ ഉൽപ്പന്നങ്ങൾ അനവധി വരും, അല്ലെങ്കിൽ അനുബന്ധ വ്യവസായങ്ങളും അനവധി വരും. ഇനിയിപ്പോ ഓയിലിന്റെ കാര്യത്തിൽ എന്താണ് അന്നറിയില്ല. ഇനി E20ക്ക് അനുയോജ്യമായ ഓയിലുകൾ വരും. ഈ ഓയിൽ കമ്പനികൾ തന്നെ ചിലപ്പോൾ പേരൊക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ E20ക്ക് അനുകൂലമായിട്ടുള്ള ഓയിലാണ് ഇതെന്നും പറഞ്ഞ് വരും, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞ് വരും. അങ്ങനെ പല 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 സാധനങ്ങൾ വരും. അതായത് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ഇതിന്റെയൊക്കെ ഒരു വലിയ പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഈ വലിയ വലിയ സ്ഥാപനങ്ങളുള്ള എഞ്ചിനീയർമാരെയും സയന്റിസ്റ്റുകളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. പ്രത്യേകിച്ച് ഈ വണ്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് എങ്ങനെയെങ്കിലും അത് സെറ്റപ്പ് ആക്കി ശരിയാക്കി തരും. നമ്മളെപ്പോഴും പറയുന്നത് പോലെ വണ്ടിയുടെ ഈ പഴയ വണ്ടിയൊക്കെ വളരെ പഴയ വിന്റേജ് മോഡൽ ടൈപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇതിന്റെയൊക്കെ ഈ സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന്. അപ്പൊ ആളുകൾ പെട്ടെന്ന് പറയുന്ന ഒന്നും നോക്കണ്ട, നേരെ കോയമ്പത്തൂർക്ക് വിട്ടോ ഉണ്ടാക്കി തരുമെന്ന്. കറക്റ്റ് ആണ്, അവിടുന്ന് അവരത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ചേഞ്ചസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പൊ ധനുഷ് ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ ആശങ്ക തന്നെയാണ്. അപ്പൊ E20 ഉണ്ട്, എനിക്ക് തോന്നുന്നത് E20 നിന്ന് E22 ആകുമ്പോഴേക്കും വലിയ വിഷയം വരില്ലായിരിക്കും. E22ലേക്ക് മാറുമ്പോൾ E20 E22ലേക്ക് മാറുമ്പോൾ വലിയ വിഷയം വരില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഫുള്ളി എഥനോളിലേക്ക് പോകുമ്പോഴായിരിക്കണം ഈ ഒരു വലിയ രൂക്ഷത വരാൻ സാധ്യത. കാരണം നിലവിൽ നമ്മൾ E20 ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ 22. പക്ഷെ നിലവിൽ നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ പമ്പുകളിൽ E22 അവൈലബിൾ ആണെന്നറിയില്ല, എല്ലായിടത്തും എത്തി തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പെർമിഷൻ കിട്ടിയ പമ്പുകളും വലിയ കമ്പനികൾ ഓയിൽ കമ്പനികളെല്ലാം തന്നെ ഇത്രയും രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് വരും. കാരണം ജനം സ്വാഭാവികമായിട്ട് തന്നെ പമ്പിൽ ചെന്ന് ചോദിക്കത്തില്ലേ E22 ഉണ്ടോ എന്ന് ചോദിക്കും, 22ന്റെ പെട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ച് വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് എല്ലായിടത്തും വരും എന്നാണ് തോന്നുന്നത്. പക്ഷെ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ മാഫിയകൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ മാഫിയയാണ്. ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ എണ്ണ വ്യാപാരികളാണ്. അതായത് എവിടെ വില കൂട്ടണം, എവിടെ വില കുറയ്ക്കണം എന്നൊക്കെയുള്ള അമേരിക്കയിൽ അടക്കമുള്ള വലിയ വ്യവസായങ്ങളുണ്ട്, വലിയ വ്യാപാരികൾ. അവരാണ് നിശ്ചയിക്കുന്നത് ഇത് എങ്ങനെ വിൽക്കണം. കാരണം ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു മാഫിയ സംഘം കണക്കാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഡ്രഗ്സിന്റെ അങ്ങനെയാണല്ലോ, ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു വലിയ മാഫിയാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനി അതിനൊക്കെ തടയിടാൻ പോകുന്നത് എപ്പോഴും, ഇനിയിപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന വെച്ചാൽ 1960കളിൽ തന്നെ ജപ്പാനിന്റെ ഇലക്ട്രിക്കൽ വാഹനം ഇറങ്ങിയിരുന്നു. പക്ഷെ അത് പിന്നെ മുമ്പോട്ട് പോയില്ല, അതിന്റെ പരീക്ഷണം പോലും പോയില്ല. അവിടെ ഈ മാഫിയ ഇടപെട്ട് അത് ഇല്ലാതാക്കി കളഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കേട്ടില്ലേ, ജലം ഉപയോഗിച്ച് ഈ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന പിള്ളേർ ജലം ഉപയോഗിച്ച് കാർ ഓടിക്കാം എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ നമ്മൾ എവിടെങ്കിലും ആ പയ്യനെ കുറിച്ച് കേൾക്കാറുണ്ടോ? എവിടെങ്കിലും ഇത് കേൾക്കാറുണ്ടോ? ഇല്ല. കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യില്ല ഈ മാഫിയയുടെ ഫോഴ്സ് മൂലം കമ്പനികൾ അതിന് തയ്യാറാകില്ല. ഇത് എല്ലാവരും കൂടെ ഉള്ള കൂട്ടുകൃഷിയാണല്ലോ. ഞാൻ പെട്രോൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഇറക്കിയാലല്ലേ എനിക്ക് ലാഭം കിട്ടുന്നു, പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ കമ്പനിക്ക് ലാഭം കിട്ടുന്നു. ഇങ്ങനെ ഒരു വലിയൊരു ചെയിനാണ് ഈ സാധനം പോകുന്നത്. ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ, എല്ലാം കണക്റ്റഡ് ആണ്. ഈ മരുന്നുകളെല്ലാം വിവിധ കമ്പനികളാണ് എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കണക്റ്റഡ് എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ കാര്യം. ഏതായാലും ഇത് ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ അതിനുള്ള ഇത്രയും വെച്ച് വരുമ്പോൾ തന്നെ ഇത്രയും രൂപയില്, കാരണം ഇത് വില പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇനിയും ഒരു 150ലേക്കൊക്കെ പോയി കഴിഞ്ഞാലും 120ലേക്ക് പെട്രോൾ അടിക്കാൻ പറ്റണം, അതാണ് ഉദ്ദേശിക്കുന്നത്.